ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് തേർഡ് പാർട്ടിയോട് പറയുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് റിയൽ ആയിട്ട് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു എനർജി എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് തേർഡ് പാർട്ടിയോട് പറയുന്നത് എന്നുള്ളതാണ്. Three of Swords, Hermit, Six of Pentacles, Emperor, King of Swords, Hanged Man, Eight of Cups, Ten of Cups, Fool, Two of Wands, High Priestess, World, Knight of Cups, Queen of Pentacles, Three of Pentacles, Empress. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ റിയൽ ആവാനായിട്ട് അല്ലെങ്കിൽ ജെനുവിൻ ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ഒരു തേർഡ് പാർട്ടിയോടോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഒക്കെ പറയുമ്പോൾ അത് റിയൽ ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ തേർഡ് പാർട്ടിയോട് അന്യായ പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മാറ്റി പറയാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അറിയിക്കേണ്ടെന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ ഫീലിങ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷൻസൊക്കെ എടുക്കുന്നത് പോലെ ജെനുവൻ ആയിട്ട് തന്നെ ആ ഒരു പേഴ്സൺ പറയണമെന്നില്ല. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന പലർക്കും പല വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളായിരിക്കാം തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നതും. അതുകൊണ്ടാണല്ലോ തേർഡ് പാർട്ടിയോട് എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കുന്നത്. ചിലർക്ക് അവരുടെ ഫാമിലിയിലുള്ള വ്യക്തിയായിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അവിടെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന ആരെങ്കിലും ആയിരിക്കാം. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു എക്സ് ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. മറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലർക്ക് ഈവൻ സുഹൃത്തുക്കൾ പോലും സ്ട്രോങ് തേർഡ് പാർട്ടിയുടെ സ്ഥാനത്ത് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആരോടാണെന്നുണ്ടെങ്കിലും കുറച്ചൊരു ജെനുവിനിറ്റി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ വിട്ടു നിൽക്കുന്ന അവസ്ഥയാണ്, നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ആ ഒരു പിരിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു നോ കോണ്ടാക്ട് പീരീഡിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ വളരെ പെയിൻഫുള്ളായിട്ടുള്ള രീതിയിലുള്ള ഒരു അകൽച്ച കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ഇവിടുത്തെ ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളെ ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത് തേർഡ് പാർട്ടിക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തതുകൊണ്ടായിരിക്കാം. ആ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുത്തതായിട്ടുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാം. അതായത് തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ അകറ്റി നിർത്തുന്ന അവസ്ഥ, ആ ഒരു വശത്തേക്ക് കൂടുതലൊരു ചായ്വ് കാണിക്കുന്ന ഒരു എനർജിയൊക്കെ നമുക്കവിടെ തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അവർ വളരെ കോൾഡായിട്ട്, അല്ലെങ്കിൽ വളരെ നിങ്ങളിൽ നിന്നും മുഖം തിരിച്ച് നിൽക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ എന്തൊക്കെ ഇമോഷൻസോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം മനസ്സിൽ അടക്കി വെച്ച് നമ്മൾ പറയില്ലേ, ഒരു വളരെ മൊരടനായിട്ട് നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു രീതിയിലുള്ളൊരു എനർജി നമുക്ക്
ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയോട് തന്നെ അത് പറയുന്നുണ്ടെന്നുള്ളതാണ്. അതായത് അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഉപേക്ഷിച്ചത്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ആ ഒരു സാക്രിഫൈസിങ് എനർജിയാണ്. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ മാറ്റി നിർത്തിയത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടുള്ള മനസ്സോടുകൂടിയല്ല നിങ്ങളെ ഉപേക്ഷിച്ചത്. അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് പറയാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഒഴിവാക്കിയത്. ഈ ഒരു പേഴ്സണ് താല്പര്യമുണ്ടായിട്ടല്ല. മനസ്സില്ലാ മനസ്സോടെ ചെയ്ത ഒരു കാര്യമായിട്ട് പറയാനായിട്ട് നിങ്ങളുടെ വ്യക്തി ഒരു ഗട്സ് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതും കൂടി കൊണ്ടാണ് നമ്മൾ നേരത്തെ അത് കുറച്ചൊരു റിയൽ ആയിട്ടുള്ള ഒരു സ്പ്രെഡാണ് അല്ലെങ്കിൽ ആ ഒരു എനർജി ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം. ഒരു പക്ഷേ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ടേംസിലായിരിക്കണം എന്നില്ല. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ തമ്മിൽ വന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഒരു ട്രൂ കളർ എന്താണ് എന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ള ഒരു സമയമായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അത്രയും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ മാനസികാവസ്ഥ തുറന്ന് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തുറന്ന് പറയുന്നു എന്നുള്ളതൊരു വലിയ സംഗതിയാണ്. അപ്പോൾ അവരോടാണെന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി പറയുന്നത് അവരുടെ ഒരു പൂർണ്ണമായിട്ടുള്ള മനസ്സോടുകൂടിയല്ല. അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോരണമെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല ഈ ഒരു കണക്ഷൻ ബ്രേക്ക് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കോൺടാക്റ്റ് വിട്ടു നിന്നത്. ഇവിടെ നമ്മൾ കണ്ടതുപോലെ അതൊരു സാക്രിഫൈസ് മാത്രമാണ്. തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത്. അവർക്ക് അത്രയും പ്രിയപ്പെട്ട ഒന്നായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നുള്ളത് അവരവിടെ വളരെ വ്യക്തമാക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് കാണിച്ച ഒരു ബൗണ്ടറി ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഹാർഷായിട്ട് പെരുമാറിയിട്ടുണ്ടാവാം. ചിലപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് എതിർത്തിട്ടുണ്ടാവാം നിങ്ങളെ. നിങ്ങളെ ചിലപ്പോൾ മൈൻഡ് പോലും ചെയ്യാതെ മാറിപ്പോന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇവിടെ നമ്മൾ കാണുന്ന പോലെ അത്രയും ഒരു ഹാർട്ട് ബ്രേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം. ഇതെല്ലാം അവർക്ക് വേണ്ടി ചെയ്തതാണ്. ഒരിക്കലും ഈ ഒരു പേഴ്സൺ അവരുടെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല. അവരത്രയും ആ ഒരു വേദനിച്ചുകൊണ്ടാണ് അതിൽ നിന്ന് പിന്മാറിയത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളൊരു സംഗതി നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അതവർ തേർഡ് പാർട്ടിയോട് ധൈര്യമായിട്ട് പറയുന്നുമുണ്ട്. അപ്പോൾ അവർക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് അവർ തേർഡ് പാർട്ടിക്ക് വേണ്ടി ഒഴിവാക്കി മാറി നിന്നത് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് ആ ഒരു 10 ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ അത്രയും ഒരു ഫുൾഫിൽമെൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു റിലേഷൻഷിപ്പാണ്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഹാപ്പിനെസ് കൊടുത്തിരുന്നു എന്ന് തന്നെ ആ ഒരു തേർഡ് പാർട്ടിയോട് വളരെ ഒരു ധൈര്യത്തോടെ പറയുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടിയോട് അത്രയും ക്ലിയർ ആയിട്ട് അവരത് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ തനിനിറം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം കൂടുതലും. അതുകൊണ്ട് തന്നെയാണ് അവർക്കത് പറയാനായിട്ട് സാധിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങളെ ഉപേക്ഷിച്ചൊരു വ്യക്തിക്ക് ഇത് തുറന്നടിച്ച് അവരോട് പറയേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം അവരൊരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും അവരുടെ മനസ്സിനകത്തുണ്ട്. നിങ്ങൾ തമ്മിൽ നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിലും അവർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്ന എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണ്, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തീർത്തും ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് ഒരു തരത്തിലും ഈ വ്യക്തിക്ക് ഇപ്പോൾ അറിയാൻ കഴിയണമെന്നില്ല. ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സോ കാര്യങ്ങളോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളത് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു എനർജി ഇപ്പോൾ എന്താണെന്നുള്ളത് അവർക്ക് ഒട്ടും പിടിയില്ല. അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ആണെന്ന് തന്നെ പറയാം. പക്ഷെ അവർ ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് ഉണ്ടാവാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് അവർ തേർഡ് പാർട്ടിയോട് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ എത്രയൊക്കെ ഒരു എൻട്രിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു ലൈഫ് ഒരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കംപ്ലീഷൻ അവർക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും കൂടി വേണം എന്നുള്ള തരത്തിലുള്ള ഒരു എനർജിയാണത്. അവർ ധൈര്യപൂർവ്വം തേർഡ് പാർട്ടിയോട് തുറന്ന് സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം ഈ ഒരു പേഴ്സൺ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അവരോട് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ എത്ര വേദനയോടെയാണെന്നുണ്ടെങ്കിലും ഒഴിവാക്കി നിർത്തിയത്. വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ള ഒരു താല്പര്യമൊക്കെ നമുക്കിവിടെ നല്ലതുപോലെ കാണാം. അപ്പോൾ ഇനി ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ അവർ തമ്മിലൊരു വഴക്കും കാര്യങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് തേർഡ് പാർട്ടിയെ മനഃപൂർവ്വം ട്രിഗർ ചെയ്യിക്കാനും കൂടി ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ഉദ്ദേശിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ അവർ കുറച്ച് വേദനിക്കണം എന്നുള്ളൊരു പർപ്പസിൽ തന്നെയായിരിക്കും അവർ ഇത്രയും ഷാർപ്പായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവരനുഭവിച്ച എല്ലാ കാര്യങ്ങളും ഇനി അവർക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ട എന്നുള്ളത് കൊണ്ടും ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും
അത്രയും ശക്തമായിട്ടുള്ള ഒരു ആത്മബന്ധം നിങ്ങളുമായിട്ടുണ്ട് എന്ന് തന്നെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് സമ്മതിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളിവിടെ ഈ കാണുന്ന 2 എനർജീസ് എന്ന് പറയുന്നത് തന്നെ അത്രത്തോളം നിങ്ങൾക്ക് അവർ റെസ്പെക്റ്റ് തരുന്ന, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പോൾ അത്രത്തോളം സ്ഥാനം നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന 2 എനർജീസ് തന്നെയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മദർ എർത്ത് കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എംപ്രസ് എനർജിയാണ്. അവിടെയും ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അത്രത്തോളം പ്രഷ്യസ് ആയിരുന്ന, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അത്രത്തോളം ആപ്റ്റ് ആയിരുന്ന ഒരു കണക്ഷൻ ആയിരുന്നു നിങ്ങളുമായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ അത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവർ വേണ്ടാന്ന് വെച്ചതെന്ന് തന്നെ അവർ പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു എനർജീസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം, അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത്രയും ആ ഒരു പേഴ്സണെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതെല്ലാം അവർ പറയുന്നുണ്ട്. എത്രയും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ അത്രയും നമ്മളെന്തും തുറന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു മുതൽക്കൂട്ടായിട്ടുള്ള വ്യക്തി തന്നെയായിരുന്നു നിങ്ങൾ എന്നുള്ള ആ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും അവരതിനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു തേർഡ് പാർട്ടിയോട് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണാം ആ ഒരു കപ്പ് ഓഫ് ലവ്, അത് നിങ്ങളിലേക്ക് തരാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനായിട്ട് ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിക്ക് വേണ്ടിയാണ് നിങ്ങളെ അകറ്റി നിർത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിക്ക് വേണ്ടി അവർ ചെയ്ത സാക്രിഫൈസ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കൽ, അല്ലെങ്കിൽ മനസ്സില്ലാ മനസ്സോടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പുറത്തേക്ക് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരിനി അതിന് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അവരത് അവസാനിപ്പിക്കുന്നു. നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അവർ അങ്ങനെയുള്ളൊരു സാക്രിഫൈസിങ് എനർജിയിൽ തുടരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം തീർച്ചയായിട്ടും ആ ഒരു കോപ്പറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ, വളരെ സ്റ്റേബിളായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന എനർജിയാണ്. എംപ്രസ് എനർജി ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഗ്രോത്ത്, മുന്നോട്ടുള്ള ആ ഒരു എന്താ എന്താ പറയുന്നത്, അത്രയും ഡീപ്പായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് പോകണം എന്നുള്ള ഇത്, അല്ലെങ്കിൽ ആ ഒരു ഫെർട്ടിലിറ്റി എനർജിയാണത്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ പൂർവാധികം ശക്തമായിട്ട് വീണ്ടും തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് അവരത്രയും ഓപ്പണായിട്ട് തേർഡ് പാർട്ടിയോട് പറയുന്നുമുണ്ട്. ഇപ്പോൾ നമ്മൾ പല റീഡിങ്സ് എടുക്കുമ്പോഴും തേർഡ് പാർട്ടിയോട് ഒരു ഫിയറിങ് എനർജി ഉള്ള വ്യക്തികളെ കാണാറുണ്ട്. കൂടുതലും അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കാറുള്ളത്. അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് അവർക്ക് തുറന്ന് പറയാൻ കഴിയില്ല. ഒരുപാട് ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, ഹൈഡിങ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ഇത് നിങ്ങളിൽ ആരുടെ വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ വളരെ ചങ്കൂറ്റത്തോടു കൂടി നിങ്ങളെക്കുറിച്ച് പറയാനും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർക്ക് വീണ്ടെടുക്കണം, നഷ്ടപ്പെടുത്തി കളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയാനുള്ള ഒരു ഗഡ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. അപ്പോൾ നമ്മളിനി യഥാർത്ഥത്തിൽ അവരുടെ ഒരു റിയൽ എനർജി എന്താണ് നിങ്ങളോട് ഉള്ളത് എന്ന് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ കാണുന്നതിനനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത്രയേറെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ ഒരു വീണ്ടും ഒരു ഡീപ്പ് ബോണ്ടിങ് ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. അപ്പം നമുക്കിനി നോക്കാം അവരുടെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു റിയൽ എനർജി എന്താണ് എന്നുള്ളത്. എംബ്രസ്, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം എനർജി തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. നേരത്തെ നമ്മളുടെ സ്പ്രെഡിലെ ലാസ്റ്റ് എനർജി ആയിരുന്നു, അത് തന്നെ നമുക്കിവിടെ ഫസ്റ്റ് എനർജി ആയിട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഏസ് ഓഫ് സോഡ്സ്, ക്വീൻ ഓഫ് കപ്സ്, വേൾഡ്, ഡെവിൾ, 8 of coins, strength, 10 of cups. ഇനി നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്പ്രെഡിലുള്ള എനർജീസ് തന്നെ ഇവിടെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സ്പ്രെഡിൽ പറഞ്ഞതുപോലെ അവർ തേർഡ് പാർട്ടി ട്രിഗർ ചെയ്യിക്കാൻ വേണ്ടി മാത്രം
നിങ്ങളെക്കുറിച്ച് പറഞ്ഞൊരു വ്യക്തിയല്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം. അവരുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ നിങ്ങളോട് തോന്നിയിട്ടുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ജെന്യുവിൻ ആയിട്ടുള്ള അവരുടെ ആ ഒരു എനർജി തന്നെയാണ് അവർ തേർഡ് പാർട്ടിയോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ അത് ധൈര്യപൂർവ്വം പറയാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ്. ചിലപ്പോൾ നേരത്തെയും ഇതേ എനർജിയും ഫീലിങ്സ് ഒക്കെ അവർക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ തേർഡ് പാർട്ടിയെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് വേണ്ടി നമ്മൾ കണ്ടതുപോലെ ആ ഒരു സാക്രിഫൈസിങ് എനർജിയിലൊക്കെ അവരത് അടക്കി വെച്ചതാണ്. ഇപ്പോൾ അവർക്ക് അവരുടെ ഒരു സന്തോഷം എന്താണോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ്, അത് വിട്ട് കളയാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വന്നിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഈ ഒരു എംപ്രസ് എനർജി, അതുപോലെ വേൾഡ്, 10 ഓഫ് കപ്സ്, ഇതെല്ലാം ഒരു ഹൈലി പോസിറ്റീവ് എനർജീസാണ് നമ്മളൊരു റിലേഷൻഷിപ്പ് സ്പ്രെഡ് വെക്കുമ്പോൾ. ഇത് തന്നെ നമുക്ക് അവിടെ കണ്ടിട്ടുള്ള കാര്യമാണ് റിപ്പീറ്റ് ആയിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഇതിലൊരു ഗ്രോത്ത് ഉണ്ടാവാനും നിങ്ങളെ കാണുന്ന ആ ഒരു രീതിയും അവരുടെ ലൈഫ് ഫുൾഫിൽമെൻറ്റ് ആവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വേണം എന്നുള്ളവരുടെ ഒരു കാഴ്ചപ്പാടും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക് ത്രൂ മൊമെൻ്റാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എല്ലാം തുറന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരുപാട് പെയിൻഫുള്ളായിട്ടുള്ളൊരു സാഹചര്യത്തിൽ തള്ളിയിട്ടിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അതെല്ലാം തുറന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ, മാഗ്നറ്റിക് അട്രാക്ഷൻ, മെൻ്റലി ഫിസിക്കലി ഒക്കെ തോന്നുന്ന ഒരു വ്യക്തിയാണ്. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് അത്രയും കണക്റ്റായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. നിങ്ങൾ വേണം, അവരുടെ ലൈഫിൽ വേണം എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഹെഡ് വേഴ്സസ് ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും ഇപ്പോൾ നിങ്ങളാണ് എന്ന് തന്നെ പറയാം. അവരത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഇതിനകത്ത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മറ്റൊന്നിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു ഫോക്കസ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയൊക്കെയാണ് അവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ എല്ലാ തരത്തിലും അവർ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു എനർജിയും നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ അവർക്കൊരു ഫിയറിങ്ങോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു കറേജ് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അത്രത്തോളം ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു. ആ ഒരു 10 ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. എല്ലാ തരത്തിലുമുള്ള ഒരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ സന്തോഷം നിങ്ങളോടൊപ്പം ഉണ്ടാവാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ അവർ വെറും വാക്ക് പറഞ്ഞതോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ ഒരു ഫൈറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ ട്രിഗർ ചെയ്യിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതോ ഒന്നുമല്ല. അവരുടെ ഒരു മനസ്സ് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി പിടിച്ച് പോയൊരു വ്യക്തിയായിരിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു പോയൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഇപ്പോൾ അവർക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ക്ഷമയില്ല. അവരത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 3, നമ്പർ 8, നമ്പർ 10, നമ്പർ 15 ആൻഡ് നമ്പർ 21. ഇനി ഇതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ടോറസ്, ലിയോ, സ്കോർപ്പിയോ, കാപ്രിക്കോൺ ആൻഡ് അക്വേറിയസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഒരു മെയിൻ റോളായിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും തേർഡ് പാർട്ടിയോടാണ് അവർ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതെങ്കിലും അതിനകത്ത് നിറഞ്ഞു നിന്നിരുന്നത് മുഴുവൻ തീർച്ചയായിട്ടും നിങ്ങളാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു രീതിയിൽ. അപ്പോൾ തേർഡ് പാർട്ടി റിമൂവലിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഇത് വളരെ അനുകൂലമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ തേർഡ് പാർട്ടി നിലവിലുണ്ടായാലും ഇല്ലെങ്കിലും അവരോട് നിങ്ങളെക്കുറിച്ച് തുറന്ന് പറയാനുള്ളൊരു ഗഡ്സ് കാണിക്കുക അല്ലെങ്കിൽ നിങ്ങളാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ളൊരു ഗഡ്സ് കാണിക്കുക എന്ന് പറയുന്നത് അത്രയും ഒരു ഹൈലി പോസിറ്റീവായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.